ഇനി ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. ഒരു ഹിന്ദി ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് കോഴിക്കോട്ടെ സിറ്റിംഗ് എം.പി. എം.കെ. രാഘവൻ കുടുങ്ങിയത്. ഉത്തരേന്ത്യൻ ചാനൽ നടത്തിയതെങ്കിലും സ്റ്റിംഗ് ഓപ്പറേഷന്റെ പ്രതിത്വം കോഴിക്കോട്ടെ CPM-ന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് രാഘവനും കോഴിക്കോട്ടെ DCC പ്രസിഡന്റും ചെയ്തത്. ഒളിക്യാമറ വിവാദത്തിൽ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് രാഘവൻ കുരുക്കിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യമാണ് പ്രേക്ഷക പ്രതികരണത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിച്ചു തുടങ്ങാം. ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശിവദാസന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഗുഡ് മോർണിംഗ് മേഡം. എനിക്ക് പറയാനുള്ളത് ഈ CPM-ന്റെ എൽഡിഎഫിന്റെ സമയത്തുള്ള ഒരു കള്ള പ്രചരണമാണ്. അതിന്റെ ഉദാഹരണമാണ് സരിത വിഷയം എടുത്തിട്ടത്. എന്തെല്ലാം വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളിൽ പാവങ്ങളെ കുടുംബങ്ങളും ആ ഫാമിലിയും മാനക്കിടുകയും അവർ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നല്ലാതെ അവർക്ക് സത്യം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ ഒളിക്യാമറത്തിൽ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊഴിൽ കാണിച്ച് അദ്ദേഹത്തെ അയോഗ്യനാക്കണം, കേസെടുക്കണം, അദ്ദേഹത്തെ ശിക്ഷിക്കണം. പക്ഷേ കേരള രാഷ്ട്രീയത്തില് അഴിമതി നടത്തി ശിക്ഷിച്ച ഒരു നേതാക്കന്മാർ പോലുമില്ല. ഒരാളിനെ ഒഴിച്ച് പാരക്ഷമുള്ള അദ്ദേഹം അഴിമതി നടത്തി ജയിലിൽ കയറുന്ന ആളാണ്. ഇന്നാൾ LDFന്റെ ആളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യാനും മോനും. പക്ഷെ കോൺഗ്രസ് നേതാവ് ഇതിലേക്ക് അഴിമതി കാണിച്ച് ഒരു ശിക്ഷിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. രണ്ട്, അവിടെ ഇപ്പോൾ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് എന്നറിയുമ്പോൾ എന്ത് തറവേലയും കാണിക്കാൻ ഒരു മണിയില്ലാത്ത ഒരു വർഗമാണ് LDF CPM സിസ്റ്റം. കൊല്ലാനും അടിച്ചു കൊല്ലാനും കുട്ടിക്കൊല്ലാനും കൈയും കളിച്ച് ഓടിക്കാനും ഇങ്ങനെയുള്ള അനാവശ്യ വാക്കുകൾ പറയാനും അവരെടുത്ത അവരുടെ ശരീരത്തിലുള്ള പ്രകൃതി അതാണ്. അവരുടെ ശരീര ഭാഷയിൽ കൂടി മനസ്സിലാക്കാം. അവർ ഓരോ രീതിയിലും മനസ്സിലാക്കാം. നന്ദി മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ CPM-നുണ്ടോ? ശരി, തൃശ്ശൂരിൽ നിന്നും തോമസ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ തോമസ്, ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി M.K. രാഘവനെതിരെ കേസെടുക്കണമെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അതെ, ഈ LDF തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴേ അവര് അടവ് നയങ്ങള് പലതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാഘവൻ കുറ്റക്കാരനാണോ എന്നറിയണമെങ്കിൽ ഫോറൻസിക് പരിശോധന നടത്തിയാലേ മനസ്സിലാവുള്ളൂ. പിന്നെ സ്ത്രീത്വത്തെ പരസ്യമായി ആക്ഷേപിച്ച വിജയരാഘവനെതിരെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും പോലീസായാലും നീതി പാലിക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ശരി, ഇപ്പോൾ പിണറായിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ പ്രേമൻ, സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് ഉത്തരേന്ത്യൻ ചാനലാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നത് കോഴിക്കോട്ടെ CPM-ന്റെ തലയിലാണ്. M.K. രാഘവൻ ആയാലും അവിടുത്തെ DCC പ്രസിഡന്റ് T. സിദ്ദിഖ് ആയാലും. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? അല്ല, ഒളിക്യാമറ വിവാദം കൊണ്ടുവന്നത് CPM ആണെന്ന ധാരണയിലാണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഇത് ആധികാരികത വ്യക്തമാവുകയുള്ളൂ. ഇത് CPM തലയിൽ കെട്ടിവെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒളിക്യാമറ വിവാദം കൊണ്ടുവന്നത് CPM-കാരല്ല. അതൊന്ന് മനസ്സിലാക്കണം. അതില്ലാതെ രാഘവൻ അത് ക്യാമറ വളരെ വ്യക്തമല്ലേ. 2 കോടി രൂപ ഹൈക്കമാൻഡിന് തരുന്ന രാഘവനെ പറയുന്നത്, 20 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം ചെലവായെന്ന് രാഘവനെ പറയുന്നത്. ഇതെല്ലാം ഒളിക്യാമറ നമ്മൾ കാണുന്നില്ലേ, ദൃശ്യമാധ്യമങ്ങൾ കൂടി നമ്മൾ കാണുന്നില്ലേ. ഇത് സാധാരണ ജനങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് കോൺഗ്രസിന്റെ പാരമ്പര്യം ഇത് തന്നെയാണ്. കാരണം കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മൾ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കരുണാകരന്റെ കാലത്ത് തന്നെ നമുക്കറിയാം. കരുണാകരന്റെ കാലത്ത് കൂടി ആ കാലഘട്ടത്തിൽ തന്നെ പണം മുഴുക്കിയാണ് വോട്ട് വാങ്ങുന്നത്. ആ സമ്പ്രദായം കോൺഗ്രസ് തുടർന്നു വരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമാണ് ഈ ഒളിക്യാമറ വിവാദവും. അതുകൊണ്ട് രാഘവന്റെ പരാജയം കോഴിക്കോട് ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് കോൺഗ്രസിന്റെ ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ, ഈ സ്ട്രിംഗ് ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ കേസെടുക്കണമെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിനു മുമ്പ് BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബംഗാരു ലക്ഷ്മൺ ഇതേമാതിരി ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസുകാരെല്ലാം അന്ന് അദ്ദേഹത്തിനെതിരെ ഇതേമാതിരി ഒളിക്യാമറ വിവാദത്തിൽപ്പെട്ട അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് എതിർമുദ്രാവാക്യം വിളിച്ചവരാണ്. എന്റെ അഭിപ്രായത്തിൽ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തതായിട്ട് ഇന്ന് ഇവിടെ ആരുണ്ട്? ചെയ്തിട്ട് കോഴിക്കോട് MP അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനൊന്നും കോഴിക്കോട്ടുകാർക്ക് കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം 20 കോടി രൂപയോളം തെരഞ്ഞെടുപ്പിന് ചെലവായി എന്ന് അദ്ദേഹം തന്നെ ആ ക്യാമറയിൽ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ദൃശ്യമായി കാണുകയാണ്. ശബ്ദരേഖയല്ല, ദൃശ്യമായി നമ്മൾ കാണുമ്പോൾ അതിനെ വിശ്വസിക്കാതെ ഇതൊരു CPM-ന്റെ
ഒരു ഇടപെടലാണെന്ന് പറയുമ്പോൾ അത് മഹാഭാരതത്തിലേക്ക് ഒരു വാക്കാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയില്ലേ, അതുമാതിരി തോൽക്കുമെന്ന് കണ്ടപ്പോൾ CPM കുറ്റം വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് എന്റെ അഭിപ്രായം. വയനാട്ടിൽ നിന്നും സൂഫി എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ശാസ്ത്രീയമായി പരിശോധിക്കണമെങ്കിൽ കേസെടുക്കണമെന്ന പോലീസ് റിപ്പോർട്ട്, DGP അഡ്വക്കേറ്റ് ജനറലോട് നിയമോപദേശം തേടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ കാണുന്നത്? ഈ വിഷയം പണം കൊടുക്കുന്ന പരിപാടി ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്ന കർണാടകന്റെ കാലത്ത് മാത്രം. ഇപ്പൊ എന്റെ മുമ്പ് ഒരു പ്രാവശ്യം ഭാഗത്തിലിട്ടു, കർണാടക കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ BJPയുടെ കാലത്തും പല സംഭവം ഉണ്ടായിട്ടുണ്ട്. കോഴ കേസ് തന്നെ പല പണം കൊടുക്കുക, MP മാരെ സ്വാധീനിക്കുക. പിന്നെ നിങ്ങൾക്കറിയാം, മുമ്പ് പ്രധാനമന്ത്രിയുടെ വിശ്വാസ പ്രമേയത്തിൽ പോലും അന്ന് പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ മുമ്പേ നിർമ്മാണം ചെയ്യേണ്ടതാണ്. പെരുമ്പാവൂരിൽ നിന്നും റംല എന്ന പ്രേക്ഷകർ കൂടി ചേരുന്നു. റംലയുടെ അഭിപ്രായം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു, ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥിയെ ഇത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? LDF-നുള്ളതിന്റെ പേരിൽ അവര് പല രീതിയിലും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നാട്ടിലും സ്ത്രീകൾക്കും അമ്മമാർക്കും കുട്ടികൾക്കും ജീവിക്കണമെങ്കിൽ UDF ഭരണത്തിൽ വന്നേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ അമ്മമാരും നാട്ടുകാരും എല്ലാവരും UDF-നൊപ്പമാണ്, ഏത് മണ്ഡലത്തിലായാലും. കൂടരഞ്ഞിൽ നിന്നും വേലായുധൻ എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വേലായുധൻ ഈ റിപ്പോർട്ടുകളെ കാണുന്നത്? പിണറായിയുടെ പോലീസും പിണറായിയുടെ ഇലക്ഷൻ പരിപാടിയും എല്ലാം ഇതേപോലെയല്ലേ പാവങ്ങളെ. ഇപ്പം ശബരിമലയിൽ ഇപ്പൊ ആരെങ്കിലും കേട്ടുന്നുണ്ടോ? ഇപ്പൊ പെണ്ണുങ്ങൾ അവരെന്നെ അവിടെ വെച്ച് തടഞ്ഞ് 50 അത് ഇതല്ലായിരുന്നല്ലോ അവരാദ്യം കോടതി വിധി നടപ്പാക്കാൻ കാട്ടിയ ആ വ്യഗ്രത കാട്ടുന്നില്ല. അതേപോലെ ഒരു മണ്ഡലം ജയിക്കാനുള്ള ഒരു ചെപ്പിടി വീതി അത്രേ ഉള്ളൂ. ഇവിടെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകൂലേ സ്ഥാനാർത്ഥിക്ക്? പ്രതിസന്ധി ആവില്ല. കോഴിക്കോട്ടെ വോട്ടറായ സ്ഥിതിക്ക് ഇത് ഒരിക്കലും ഒരു പ്രതിസന്ധി ആവില്ല എന്നാണ് എന്റെ പരിചയത്തിലും അറിവിലും ഉള്ളവരായിട്ടുള്ള അഭിപ്രായം. ശരി, ഇപ്പോൾ റസാഖ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ശ്രീ റസാഖ്? കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി ഒളിക്യാമറ വിഭാഗത്തിൽ അകപ്പെട്ടതാണ്. അതായത് 5 കോടി രൂപ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നത് നമ്മൾ എല്ലാവരും മലയാളികൾ എല്ലാവരും കണ്ടതാണ്. അത് ആ ഒളിക്യാമറ അത് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് CPM ആണോ? അത് ഉത്തരേന്ത്യൻ ചാനലാണ്. അവർ ദേശീയവ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അവർ ചില നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവർ നടത്തിയ ഓപ്പറേഷനിൽ അവർ പെട്ടതാണ്. അപ്പൊ അതിനെക്കൊണ്ട് CPM-ന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് രാഘവൻ വിചാരിക്കുകയാണെങ്കിൽ രാഘവൻ ഒരു രക്ഷയും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടും, ഈ കേസിലും പരാജയപ്പെടും. രാഘവന്റെ രാഷ്ട്രീയം അസ്തമിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ പ്രദീപ്, സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് ഇവിടെ ഉത്തരേന്ത്യൻ ചാനലാണ്. പക്ഷേ ഉത്തരവാദിത്തം കോൺഗ്രസ് നൽകിയിരിക്കുന്നത് CPM-നാണ്. DC പ്രസിഡന്റ് ആയാലും സ്ഥാനാർത്ഥി MK രാഘവൻ ആയാലും. താങ്കൾ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? നമസ്കാരം മാഡം. ഈ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ മാധ്യമ പ്രവർത്തകർ സാധാരണ നടത്താറുണ്ട്. മിക്കവാറും എല്ലാ ചിലയിടത്തൊക്കെ അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിപ്പോ കേരളത്തിൽ കോഴിക്കോട് ഈ സ്ഥലത്ത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് പിന്നെ ഒരു BJPയുടെ ഒരാളും ഈ സാധനം ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കേണ്ട കാര്യം. ഈ രാഘവന് സ്ട്രിംഗ് ഓപ്പറേഷൻ ചെയ്താൽ ഗുണമുണ്ടാകുന്നത് ആർക്കാണ്? അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പുറകിൽ CPM എന്ന് 90% ആൾക്കാരും വിശ്വസിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഏറ്റവും ഇപ്പൊ നമ്മൾ നിലവ് നോക്കുമ്പോൾ അവരുടെ എണ്ണം എല്ലാം വളരെ ചെറുത്. 9%, വളരെ ചുരുക്കണം. 1.2% അവരുടെ മൊത്തം എണ്ണം വരുന്നത് പോപ്പുലേഷനിൽ. അവരുടെ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1150 അമേരിക്കൻ മില്യൺ ഡോളറായിട്ടാണ് അതിനെ കണക്കൂട്ടുന്നത്. എത്ര കോടി രൂപയാണത്? ശരി, ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പോലീസ് കേസെടുക്കണമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അത് സ്ഥാനാർത്ഥി MK രാഘവന് എത്രത്തോളം തിരിച്ചടിയായി മാറുമെന്ന ചോദ്യമാണ് പ്രേക്ഷക പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.